അത് അവർ തന്നെ മാന്യമായിട്ട് പുറത്ത് വരേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. അതവർ പറയുകയും ചെയ്തു, അത് ഞങ്ങൾ പുറത്ത് പറയാനുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല. മാപ്പ് അള്ളാഹിനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. ആദ്യം സംസാരിച്ചത് PK കുഞ്ഞാലിക്കുട്ടി, അതിനുശേഷം സംസാരിച്ചത് ഉമർ ഫൈസി മുക്കം. ഉമർ ഫൈസി മുക്കം കടുത്ത ലീഗ് വിരുദ്ധനാണ് സമസ്തയിലെ. ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ പറയുന്നത് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലാകാൻ പാടില്ല, സ്വതന്ത്രമായ അസ്തിത്വം വേണം സമസ്തയ്ക്ക് എന്നാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം, ഒരേ സമീപനം, നിലപാടുകൾ നോക്കി ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും നിലപാട് സ്വീകരിക്കണം. ഇതാണ് ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ സമസ്തയിൽ മറ്റൊരു വിഭാഗമുണ്ട്, ലീഗിനോടൊപ്പം നിൽക്കണം, ലീഗിന്റെ ഭാഗമായി നിൽക്കണം എന്ന് വാദിക്കുന്നവർ. ഇവർ തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ എല്ലാ കാലത്തും നടക്കാറുണ്ട്, ഒന്നും വിജയം കാണാറുമില്ല. ഏറ്റവും ഒടുവിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ തന്നെ രംഗത്ത് വന്നു. പ്രസ്താവനകൾ നടത്തി, പ്രസംഗങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അത് ലീഗിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പാണക്കാട് സാദിഖലി തങ്ങൾക്ക് മുസ്ലിം ലീഗിൽ മാത്രമല്ല സമുദായത്തിലും ആ കുടുംബത്തിന് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ചോദ്യം ചെയ്യുന്നത്. അത് പാണക്കാട് തങ്ങളെ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ഒരു അപ്രമാദിത്വം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലീഗ് അണികളിൽ സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ ലീഗ് അണികളെ കൂടെ നിർത്തുന്നത് മുസ്ലിം ലീഗ്. അതിനെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ചോദ്യം ചെയ്യുന്നത്. അത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വഴി, സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വഴി പ്രശ്നം പരിഹരിക്കണം, അതിനുവേണ്ടി ചർച്ച നടത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അങ്ങനെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം പാണക്കാട് സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ച പിന്നീട് ആകെ താളം തെറ്റി. കൂടിക്കാഴ്ചയോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത്. അദ്ദേഹത്തെ അപമാനിക്കുന്ന രൂപത്തിൽ ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നതും നാം കണ്ടു. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ആ സമുദായത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത. ആ സമസ്തയുടെ അധ്യക്ഷനെ അപമാനിക്കുന്ന രൂപത്തിൽ, അവഹേളിക്കുന്ന രൂപത്തിലായി പോയി മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം എന്ന ചർച്ച ഇതിനകം തന്നെ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എന്നാൽ അതെല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. എന്തിന് എന്ന ചോദ്യം ഉയരുന്നു. മുസ്ലിം ലീഗ് മെല്ലെ മെല്ലെ സമസ്തയെ കൈപ്പിടിയിൽ ഒതുക്കുകയാണോ? സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരെ പുറത്താക്കി സമസ്തയെ കൂടെ നിർത്താനാണോ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സമസ്തയിലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് കരുതിയതാണ്. സമസ്തയിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്ന് കരുതിയതാണ്. അത് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. അതിനുള്ള ശ്രമങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒടുവിലിതാ എല്ലാം താളം തെറ്റിയിരിക്കുന്നു, എല്ലാം പാളം തെറ്റിയിരിക്കുന്നു. രണ്ടുപേരും രണ്ട് ഭാഗത്ത് തന്നെയാണ്, രണ്ടുപേരും രണ്ട് ചേരിയായി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമുട്ടൽ തുടരുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വിഭാഗം സമസ്തയിൽ നിന്ന് പുറത്തു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ അനുഭവം. അത് തന്നെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരെ പുറത്താക്കുക എന്നതാണ്. മെല്ലെ മെല്ലെ സമസ്തയെ കൈപ്പിടിയിൽ ഒതുക്കുക, സമസ്തയുടെ കോളേജുകൾ, സ്വത്തുക്കളൊക്കെ മെല്ലെ മെല്ലെ മുസ്ലിം ലീഗിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ സമസ്തയെ തന്നെ അപ്രസക്തമാക്കുകയും മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിന്നും ഒരു ആത്മീയ തലത്തിലേക്ക് കൂടി മാറുക. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ ആത്മീയതയും രാഷ്ട്രീയത്തെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതാണ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പരിപാടി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സമസ്തയെ ഇല്ലാതാക്കണം. സമസ്തയിൽ നിന്നുള്ള എതിർപ്പുകൾ, മുസ്ലിം ലീഗിന് എതിരെയുള്ള എതിർപ്പുകൾ ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തുതീർപ്പ് ചർച്ച പൊളിക്കാനും മുസ്ലിം ലീഗ് മുൻകൈയെടുത്തത്. മുസ്ലിം ലീഗ് നേതാക്കളാണ് പുറത്തു വന്ന് പറഞ്ഞത് ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന്. തങ്ങളോട് പാണക്കാട് സാദിഖലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ അത് പുറത്തു പറയണം, പൊതുപ്രസ്താവനയാണല്ലോ നടത്തിയത്, നിങ്ങളത് പുറത്തു പറയണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞത്. എന്നാൽ ഒരു മാപ്പും പറയില്ല, ഖേദം പോലും പ്രകടിപ്പിക്കില്ല എന്നാണ് ഉമർ ഫൈസി മുക്കം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഖേദം പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അതിനപ്പുറത്ത് ആരോടും ഖേദം പ്രകടിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു ഉമർ ഫൈസി മുക്കവും ലീഗ് വിരുദ്ധരും. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സമസ്തയിലെ പോര് അവസാനിക്കുന്നില്ല, അത് കൂടുതൽ ശക്തമാകുകയാണ്. ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിന്ന് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. വിട്ടുവീഴ്ചയ്ക്ക് ഇരുവിഭാഗവും തയ്യാറല്ല. അതേസമയം മുസ്ലിം ലീഗിൻ്റെതായ ഒരു കളിയുണ്ട്. എന്ന് വെച്ചാൽ സമസ്തയെ കൈപ്പിടി ഒതുക്കുക എന്നത്, സമസ്തയെ അതുപോലെ മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കുക എന്നത്, അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ഒഴിവാക്കണം, അതിനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. അത് സമസ്തയെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും, കേരളത്തിലെ മുസ്ലിം സമുദായത്തെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ.